ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ 100 ടൈം വാഷ് മോയ്സ്ചറൈസറാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. കുറേ യൂട്യൂബിൽ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുകയാണ്. ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇനി, കാരണം എൻ്റെ ഫ്രണ്ട് ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പായി, ആൾക്ക് ഫേസിലൊക്കെ പിമ്പിൾസ് വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യേണ്ടെന്ന് കരുതിയാണ്. പക്ഷെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, അതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയാലും. അപ്പോൾ ഞാൻ ഗീ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് അതൊരു ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട്, അതായത് നന്നായിട്ട് മെൽറ്റാകാൻ വേണ്ട, എന്നാലേ ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗീ, പിന്നെ അതുപോലെ അത് ഒഴിക്കാനൊരു കപ്പ്, പിന്നെ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള എന്തും എടുക്കാം, പിന്നെ വെള്ളം, പിന്നെ ഈ ഒരു പ്ലേറ്റാണ് കിട്ടിയത്. നല്ല റൗണ്ട് ഷേപ്പ് കിട്ടണതാണ് വേണ്ടതെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഗീ കുറച്ച് ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ അത് ഈ ഒരു കപ്പിന് ഒരു 3/4 കപ്പോളം ഞാൻ ഗീ എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാനിത് റെഡി ആവുമോ ഫ്ലോപ്പ് ആവുമോ എന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറേ എടുക്കണില്ല. പിന്നെ മെയിൻ തിങ്, നമ്മൾ 100 ടൈം ഇങ്ങനെ ആ റൗണ്ട് ചെയ്തെടുക്കണതുകൊണ്ട് കുറേ പണിയാണെന്ന് കേട്ടണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെയ്ത് നോക്കാമെന്നാണ് എഴുതിയത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഗീ എടുക്കുമ്പോൾ നല്ല ഗീ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഗീ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ പിന്നെ ആ ഒരു ഗീ ഒഴിച്ചതിന് ശേഷം റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ഞാൻ തന്നെ റൗണ്ട് ചെയ്യണം, ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളത് ചിലപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടാവും. കാരണം ഫസ്റ്റൊക്കെ അങ്ങനെ ഇനി, പിന്നെ ഞാൻ ആളെ കൂട്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു കുറേ ടൈം 100 ടൈം ഈ ഒരു പരുവത്തിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു 25-30 മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും. അത്രക്കും കഷ്ടപ്പാടാണ് ഇതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കൽ. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുമാതിരി വീണ്ടും റൗണ്ട് ചെയ്ത് വെള്ളം ഇങ്ങനെ മാറ്റി ഒഴിച്ച്, എന്തായാലും ഞാൻ എണ്ണി കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഒരു 100 ടൈം കംപ്ലീറ്റ് ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് ഇത് കറക്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. 1-2 ആ ഒരു രീതിക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് താനെ ഇതിങ്ങനെ ഈ റൗണ്ട് ചെയ്യലോടെ നമുക്ക് മടുത്തുവും. പിന്നെ ബ്രേക്ക് എടുക്കരുത് എന്നുള്ള പ്രത്യേകം എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇനി അത് വീണ്ടും നമുക്ക് പണിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഏകദേശം, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എനിക്ക് ടൈം ഏകദേശം എത്ര ആണെന്ന് അറിയാം, ഒരു 3 hours കൂടുതലായിരുന്നു. മെയിൻലി കൂടുതൽ നമുക്ക് ഹെൽപ്പിന് ഒരാളെ വിളിക്കണം ഏറ്റവും ബെറ്റർ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്നാണ് കരുതിയത്, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മളിത് റൗണ്ട് ചെയ്യണ കൈ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ 2 കൈയിന് വാസുള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും, വലത്ത് കൈ കൊണ്ട് മാത്രം ചെയ്യുന്നവർക്ക് ഇത് അത്യാവശ്യം നല്ല ഭാരമായിരിക്കും. നമ്മൾ എത്രത്തോളം വാഷ് ചെയ്യണോ അത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് കിട്ടുമെന്നാണ് കേട്ടത്. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഫേസിൽ എന്തായാലും അപ്ലൈ ചെയ്ത്, ഒന്നാമത് എനിക്ക് ഓയിലി സ്കിന്നാണ്, അപ്പോൾ എന്തായാലും പിമ്പിൾസ് വരും, ആൾക്ക് വന്നിണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കയ്യിലാണ് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഫേസിൽ വെറുതെ അപ്ലൈ ചെയ്യുമല്ലോ, അപ്പോൾ എന്താണോ ഒരു ഫീൽ ഉണ്ടാവണം, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസിലും അപ്ലൈ ചെയ്ത് നോക്കി. എനിക്ക് മെയിൻലി ഗീൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്ക് ചെറുതായിട്ട് ഛർദ്ദിക്കാനൊക്കെ വരും. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ഫേസിലാക്കി. പക്ഷേ കുറച്ച് മാത്രം എടുത്തിട്ടുള്ള ഇത് എന്തോ ഓൾറെഡി നമുക്ക് ഗീ ആണെന്ന് അറിയണോണ്ടും പിന്നെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഫേസിൽ എന്തായാലും അപ്ലൈ ചെയ്ത് ഞാൻ കരുതി. പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് വലിയൊരു കുഴപ്പമായി തോന്നിയില്ല, എനിക്ക് വലിയ ഇഷ്ടമായി തോന്നിയില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ലിപ്പിൽ മോയ്സ്ചറൈസറായിട്ട് നൈറ്റിലോ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലിപ്പിൽ നമ്മൾ ഡ്രൈ ആകുമ്പോൾ ചെയ്ത് കൊടുക്കുമല്ലോ, അതുപോലെ ആക്കാമെന്നാണ് കരുതിയത്. എൻ്റെ പേഴ്സണലി ഒരു രീതിക്ക് പറഞ്ഞാൽ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്